ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് കിട്ടു. നിങ്ങൾക്ക് സുഖമാണോ? എല്ലാവരും പാപ്പമൊക്കെ കഴിച്ചോ? ഞാൻ ഇന്ന് ഇഡ്ഡലിയാ കഴിച്ചേ. ഇഡ്ഡലിയും ചമ്മന്തി. നിങ്ങളെന്താ കഴിച്ചത്? എല്ലാവരും വയറ് നിറച്ച് പാപ്പം കഴിച്ചോ? നമ്മൾ വയറ് നിറച്ച് പാപ്പം കഴിക്കണം. പ്ലേറ്റ് എന്നിട്ട് ഫുള്ളി ഫിനിഷ്ഡ് ആക്കണം. അങ്ങനെ ഫിനിഷ് ആക്കിയോ എല്ലാവരും പാപ്പം കഴിച്ച്? ഗുഡ് ഫ്രണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ ചെയ്തു? ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ പല്ല് തേച്ചു. നിങ്ങളുടെ പല്ല് കാണിച്ചേ. ഈ പല്ല് കാണിച്ചേ. ഈ ഹായ്, നല്ല പല്ലാണല്ലോ. എങ്ങനെയാ പല്ല് തേക്കുന്നേ? ഒന്ന് കാണിക്കാവോ? അങ്ങനെ തന്നെ. നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കും അല്ലേ? എൻ്റെ ബ്രഷ് കാണിച്ചു തരട്ടെ. ഇതാണ് എൻ്റെ ബ്രഷ്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പല്ല് തേച്ചാലോ? എല്ലാവരും എൻ്റെ കൂടെ ചെയ്യണേ. വെരി ഗുഡ്. നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് പല്ല് തേച്ചാലോ? എല്ലാവരും റെഡിയാണോ? റെഡിയാണെങ്കിൽ യെസ് പറഞ്ഞേ. യെസ്. റെഡിയാണെങ്കിൽ യെസ് പറഞ്ഞേ. യെസ് യെസ്. ഒന്ന് എൻ്റെ കൂടെ പറയോ? യെസ്. വെരി ഗുഡ്. അപ്പം നമുക്ക് പാട്ട് പാടാം. സൂര്യൻ വന്നു രാവിലെയായി, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. സൂര്യൻ വന്നു രാവിലെയായി, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. മുഖം കഴുകി പല്ല് തേച്ച് അപ്പാപ്പം തിന്നേണം. മുഖം കഴുകി പല്ല് തേച്ച് അപ്പാപ്പം തിന്നേണം. നമുക്ക് ഒരുമിച്ച് പാടിയാലോ? കൂട്ടുകാരെ, എൻ്റെ കൂടെ പാടൂ. സൂര്യൻ വന്നു രാവിലെയായി, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. സൂര്യൻ വന്നു രാവിലെയായി, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. മുഖം കഴുകി പല്ല് തേച്ച് അപ്പാപ്പം തിന്നേണം. മുഖം കഴുകി പല്ല് തേച്ച് അപ്പാപ്പം തിന്നേണം. വെരി ഗുഡ്. നിങ്ങൾ നന്നായി ചെയ്തു കേട്ടോ. നല്ല കുട്ടികളാണ് കേട്ടോ. വെരി ഗുഡ്. നമുക്ക് ഒളിച്ചേ കണ്ടേ കളിച്ചാലോ? ഒളിച്ചേ കണ്ടേ. ഒളിച്ചേ കണ്ടേ. ഒളിച്ചേ കണ്ടേ. എല്ലാവരും കൈ കൊട്ടിക്കേ. എങ്ങനെയാ കൈ കൊട്ടുന്നേ? ഒന്ന് കൈ കൊട്ടി കാണിച്ചേ. അങ്ങനെ. നമുക്ക് ഒരുമിച്ച് കൈ കൊട്ടാം. കൈ കൊട്ടൂ. കൈ കൊട്ടൂ. കൊള്ളാലോ. എല്ലാ മക്കളും നന്നായിട്ട് ചെയ്തട്ടോ. നമുക്കിനി ഒരു ആനയുടെ കഥ കേട്ടാലോ? എല്ലാവർക്കും ആനയെ അറിയോ? എന്നാ ഞാൻ ആനയെ കാണിച്ചു തരാട്ടോ. എന്നിട്ട് നമുക്ക് ആ ആനക്കുട്ടൻ്റെ കഥ കേൾക്കാം. നോക്കൂ, ഇതാണ് നമ്മുടെ ആനക്കുട്ടി. ആന ആന ആന. ഇതാണ് നമ്മുടെ ആനക്കുട്ടി. ആനക്കുട്ടിയുടെ ഒരു പാട്ട് പാടിയാലോ ആദ്യം? എല്ലാവരും എൻ്റെ കൂടെ പാടുമോ? കൊമ്പനാനക്കുട്ടപ്പ കൊമ്പു കുലുക്കണ കുട്ടപ്പ. ആനക്കാരൻ വീരപ്പൻ്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ. ആനക്കാരൻ വീരപ്പൻ്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ. ഡും 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 ഡും. കൊമ്പനാനക്കുട്ടപ്പ കൊമ്പ്
കൊമ്പ് കുലുക്കണ കുട്ടപ്പ. ഉം, ഉം. ആനക്കാരൻ വീരപ്പൻ്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ. ആനക്കാരൻ വീരപ്പൻ്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ. ഡും 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 ഡും. അപ്പൊ പറഞ്ഞേ, ഇതാരാ? ഇതെന്ത് മൃഗമാണ്? ഇതാണ് ആന. ആന. ആനയ്ക്ക് നീണ്ട തുമ്പിക്കൈ ഉണ്ടല്ലേ? ആനയുടെ തുമ്പിക്കൈയാണിത്. ആന. ആന. ഇന്ന് നമുക്ക് ഈ കുഞ്ഞാനയുടെ കഥ കേൾക്കാം. എല്ലാവരും റെഡിയാണോ കഥ കേൾക്കാൻ? റെഡിയാണെങ്കിൽ യെസ് പറഞ്ഞേ. യെസ്. ഞാൻ റെഡിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ യെസ് പറയണം. ഓക്കെ, റെഡിയാണോ? യെസ്. യെസ്. ഒരു ദിവസം നമ്മുടെ ഈ ആനക്കുട്ടി കാട്ടിലൂടെ നടന്ന് നടന്ന് പോവുകയായിരുന്നു. എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നേച്ചേ? നടന്ന് നടന്ന് പോവുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ആനക്കുട്ടി ഒരു പൂച്ചക്കുട്ടീനെ കണ്ടു. പൂച്ചക്കുട്ടി എന്ത് ശബ്ദം ഉണ്ടാക്കുന്നേ? പൂച്ച എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുന്നേ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാക്കി. പൂച്ചക്കുട്ടി അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പൊ പൂച്ചക്കുട്ടീനെ കണ്ടിട്ട് നമ്മുടെ ആനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ പൂച്ചക്കുട്ടീനെ കണ്ട് ആനക്കുട്ടി പറഞ്ഞു, നീ ഒരു മിടുക്കനായ സുന്ദര പൂച്ചക്കുട്ടിയാണല്ലോ എന്ന്. പൂച്ചക്കുട്ടിക്ക് അത് കേട്ട് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ആന പിന്നെയും കാട്ടിലൂടെ നടന്ന് 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 പോയി. എങ്ങനെ പോയി? നടന്ന് 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 പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആനക്കുട്ടി വേറൊരു മൃഗത്തിനെ കണ്ടു. ആരായിരുന്നു അത്? ആ മൃഗം ബൗ ബൗ എന്ന ശബ്ദം ഉണ്ടാക്കുന്നേ. ബൗ ബൗ എന്ന ശബ്ദം ഉണ്ടാക്കുന്ന മൃഗത്തിനെ നിങ്ങൾക്ക് അറിയുമോ? ഏത് മൃഗമാണ് ബൗ ബൗ എന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്? ബൗ 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 ബൗ. ആ, നായ്ക്കുട്ടി. ഡോഗാണല്ലേ ബൗ ബൗ എന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്. നമ്മുടെ ആനക്കുട്ടി ഇങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ ഒരു ഡോഗിനെ കണ്ടു, ഒരു നായ്ക്കുട്ടീനെ കണ്ടു. അപ്പൊ ഡോഗ് എന്ത് ശബ്ദം ഉണ്ടാക്കുന്നത്? ബൗ 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 എന്ന് ശബ്ദം ഉണ്ടാക്കി. എങ്ങനെയാ ഡോഗ് ശബ്ദം ഉണ്ടാക്കുന്നേ? എൻ്റെ കൂടെ ഉണ്ടാക്കിയേ. ബൗ 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 എന്ന് ശബ്ദം ഉണ്ടാക്കി. വെരി ഗുഡ്, നിങ്ങൾ നന്നായി ചെയ്തട്ടോ. ആനക്കുട്ടീനെ കണ്ട് നായ്ക്കുട്ടി ചോദിച്ചു, ആനക്കുട്ടി നീ എങ്ങോട്ടാ പോകുന്നത് നടന്ന് നടന്ന്? അപ്പോൾ നമ്മളുടെ ആനക്കുട്ടി പറഞ്ഞു, ഞാൻ കാട്ടില് കരിമ്പ് അന്വേഷിച്ച് പോവുകയാ. ഞാൻ കരിമ്പല്ലേ കഴിക്കുന്നത്. ആ കരിമ്പ് അന്വേഷിച്ച് ഞാൻ നടന്ന് നടന്ന് പോവുകയായിരുന്നു. നായ്ക്കുട്ടി നീയും വരുന്നോ എൻ്റെ കൂടെ? അപ്പോൾ നായ്ക്കുട്ടി പറഞ്ഞു, ഞാനും വരാം. അപ്പോൾ ആനക്കുട്ടിക്ക് സന്തോഷമായി. അവർ രണ്ടുപേരും കൂടി നടന്ന് നടന്ന് കരിമ്പുന്തോട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി. നല്ല കഥയായിരുന്നോ? ഇഷ്ടമായോ? നിങ്ങൾക്ക് നമ്മുടെ ആനക്കുട്ടിയുടെ കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് കൈയടിച്ചേ. കൈയടിച്ചേ. എങ്ങനെയാ കൈയടിക്കുന്നത്? ആ, വെരി ഗുഡ്. നമുക്ക് ഒരുമിച്ച് കൈയടിക്കാം. ആ, വെരി ഗുഡ്. കൈയടിച്ചേ. ആ, അങ്ങനെ. ഉച്ചയായില്ലേ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിശക്കുമ്പോൾ ആരാ ഭക്ഷണം തരുന്നേ? അമ്മ. അമ്മ. എൻ്റെ കൂടെ പറഞ്ഞേ, അമ്മ. അമ്മയോട് എങ്ങനെയാ ഭക്ഷണം ചോദിക്കുക? അമ്മേ പാപ്പൻ താ. അമ്മേ പാപ്പൻ താ.
അമ്മേ പാപ്പ താ, അങ്ങനെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? അമ്മേ പാപ്പ താ, അങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പൊ അമ്മ എന്ത് തരും? നിങ്ങൾക്ക് പാപ്പം തരും. എന്തായാലും എനിക്ക് വിശക്കുന്നു. എൻ്റെ അമ്മ പാപ്പം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പാപ്പം കഴിക്കട്ടെ. ഇന്ന് നമ്മൾ ആനയുടെ കഥ കേട്ടില്ലേ? നാളെ നമുക്ക് മറ്റൊരു കഥ കേൾക്കാം. എല്ലാവരും എൻ്റെ കഥ കേൾക്കാൻ എൻ്റെ കൂടെ പോരുമോ നാളെ? എന്നാൽ നമുക്ക് നാളെ കാണാം. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.